കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം ഭൂമി മറ്റൊരുത്തൻ കയ്യേറിയെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഡ്വേഴ്സ് പൊസഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഭൂമി മറ്റൊരാൾ കയ്യേറി കഴിഞ്ഞാൽ 12 വർഷം കഴിഞ്ഞ് അത് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വിചിത്രമായ നിയമത്തെക്കുറിച്ച്. പക്ഷേ അങ്ങനെ 12 വർഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഭൂമി 1 ഇഞ്ച് നഷ്ടപ്പെട്ടാലും നമുക്ക് നിയമപരമായിട്ടുള്ള വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് കോർട്ട് സംസാരിക്കുന്നത്. സ്വാഗതം. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭൂമി ഒരാൾ കയ്യേറി നമുക്ക് ഉറപ്പായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടാത്തത് പറയാം. ഒരു കാരണവശാലും ബന്ധുക്കളെയും സ്വന്തക്കാരെയും കൂട്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അടി, വെട്ട്, കുത്ത്, അടി, ബഹളം, പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട റിലീഫ് കൂടെ കിട്ടാണ്ട് പോകും. നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് അതിര് തർക്കവും പ്രശ്നവും. ഉറപ്പാണ് ഇമോഷൻ അവിടെ വർക്കാവും, രോക്ഷം വർക്കാവും. ഒന്നുകിൽ അതിര് തോണ്ടിയവനെ നമ്മൾ ഇടിക്കും, അല്ലെങ്കിൽ അതിര് തോണ്ടിയവൻ നമ്മളെ ഇടിക്കും. 2000 പ്രശ്നമാണ്. ഇതൊരു പോലീസ് കേസിലേക്ക് നീങ്ങും, ക്രിമിനൽ കേസിലേക്ക് നീങ്ങും. ചില കേസുകളിലെങ്കിലും ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. ചില കേസുകളിലെങ്കിലും ഇതിലേതെങ്കിലും ഒരു കൂട്ടർ അകത്തു പോയിട്ടുമുണ്ട്, അല്ലെങ്കിൽ വെട്ട് കുത്തേറ്റ് കയ്യാലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിര് തർക്കം കേരളത്തിനെ സംബന്ധിച്ചൊരു ഇമോഷണൽ പ്രശ്നമാണ്. പലയിടങ്ങളിലും മണ്ണിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരുണ്ട്. മണ്ണിനും പെണ്ണിനും വേണ്ടി ജീവിതം കളഞ്ഞവരാണ് നമ്മളെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സ്ഥലം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, വയലൻ്റ് ആവരുത്, അഗ്രസീവ് ആവരുത്. പിന്നെ എന്ത് ചെയ്യണം? അടിയന്തരമായിട്ട് നമ്മൾ ഒരു സിവിൽ ലീഗൽ നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ പ്രദേശം, എൻ്റെ ഇത്ര സ്ഥലം സ്വന്തമാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, അത് നിങ്ങൾ കയ്യേറിക്കുന്നത് മനസ്സിലാക്കുന്നു, ഈ നോട്ടീസ് കിട്ടി ഇത്ര ദിവസത്തിനുള്ളിൽ അവിടുന്ന് നിങ്ങൾ എവിക്റ്റ് ചെയ്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് ഒരു വക്കീൽ മുഖേന അയക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഒപ്പം തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നമുക്ക് ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ. പൊതുവേ ഇത്തരത്തിലുള്ള ഒരു സിവിൽ നേച്ചർ കേസുകളിൽ പോലീസ് ഇടപെടാറില്ല, ഒരു കോടതിയിലേക്ക് പോകാനേ പറയുകയുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു വയലൻസിയുടെ സ്വഭാവമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ ചെന്ന് പറയുകയാണ് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവർ ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങോട്ട് കയറുന്നതിൻ്റെ കാല് തല്ലി ഒടിച്ചു കളഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കാല് തല്ലി ഒടിക്കുകയല്ല വേണ്ടത്. അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോഴത്തെ വിഷ്വലൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് വിശദമായിട്ട് കൊടുക്കുക. ഇന്ന കാര്യം നടത്തി, ഒരു ട്രസ്പാസർ ഉണ്ടായിരിക്കുന്നു, എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ട്രസ്പാസ് നടത്തിയിരിക്കുന്നു, അത് ചോദ്യം ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടൊരു കേസ് അപ്പോൾ തന്നെ ഫയൽ ചെയ്യുക, അതിന് റെസിപ്റ്റ് വാങ്ങി സൂക്ഷിക്കുക. തുടർന്ന് ഓർഡർ 39(1)(2) CPC പ്രകാരം നമുക്കൊരു ഇൻ്ററിം റിലീഫിനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഒരു ടെമ്പററി ഇഞ്ചക്ഷൻ, അവിടുന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് ടെമ്പററി ഇഞ്ചക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് ആദ്യം തന്നെ നേടാവുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ കോടതി ഒരു കോർട്ട് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കേസുകളുടെ ഒരു തുടക്കമാണ് കേട്ടോ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിലെ കുഴപ്പമാണ്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആയാലും വേറെ ആൾ കയ്യേറി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ തന്നെ വലിയ പാടാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് എറണാകുളത്ത് മുളന്തുരുത്തിക്കടുത്തുള്ള ഒരു വയോവൃദ്ധൻ എന്നെ കാണാമെന്ന് അദ്ദേഹം സങ്കടം പറഞ്ഞാണ്. സ്വന്തം പ്രോപ്പർട്ടി അച്ഛനും അമ്മ എഴുതി കൊടുത്ത് അതിൻ്റെ രേഖകളെല്ലാം, പൊസഷൻ സർട്ടിഫിക്കറ്റും മ്യൂട്ടേഷനും എല്ലാം, പോക്കുവരവും എല്ലാം ഉള്ള ഒരാൾ സ്വന്തം അനിയൻ അത് കയ്യേറി വെച്ചിട്ട് അകത്തേക്ക് കാല് തല്ലിടിക്കുന്നു പറഞ്ഞ അവസ്ഥയ്ക്ക് നിൽക്കുകയാണ്. 28 വർഷമായിട്ട് സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് ഒന്ന് കയറുവാൻ കഴിയാതെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കേസ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരും കൂട്ടത്തിലുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. നോർമൽ കേസുകളിൽ നിങ്ങളുടെ ടൈറ്റിൽ ഡീഡും മറ്റെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കോടതി നിങ്ങൾക്ക് വിധി തരേണ്ടതാണ്. പക്ഷേ വിധി വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ എതിർ പാർട്ടി സമ്പന്നനാണെങ്കിൽ, അത്യാവശ്യം കൈ കാശുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളൊരു പ്രവാസിയാണെങ്കിൽ അയാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സ്വാഭാവികമായി അപ്പീലുകൾ പോകും. അത് സുപ്രീം കോടതി വരെ പോകാം. ഈ സമയം വരെയൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. ചില കാര്യങ്ങൾ എനിക്ക് അഭിഭാഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ഉപദേശിക്കാൻ തന്നെ ഭയമാണ്. കാരണം അതാണ് നമ്മുടെ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥ. കേസിങ്ങനെ അനന്തമായി നീണ്ടുപോകും, പണം പോയിക്കൊണ്ടേയിരിക്കും. എങ്കിലും നമുക്ക് വേറെ വഴിയില്ല, അത് മാത്രമേ വഴിയുള്ളൂ. ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടാക്സും മറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. നമ്മളെ അയാൾ കയ്യേറിയെന്ന് വിവരിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കരുത്. കൃത്യമായിട്ട് അത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും അതിൻ്റെ ലാൻഡിൻ്റെ എല്ലാ രേഖകളും നമ്മുടെ പേരിലേക്ക് ആക്കിക്കൊണ്ട് തന്നെ കൃത്യമായ റവന്യൂ ടാക്സുകളെല്ലാം അടച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെയാണ് സ്വാഭാവികമായും ഒരാളുടെ ഒരു പ്രോപ്പർട്ടി കയ്യേറി കഴിഞ്ഞാൽ എവിക്ഷനായിട്ടും ബൗണ്ടറി ഫിക്സേഷനുമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കറിയാം നമ്മുടെ സിസ്റ്റം കറപ്റ്റഡായ ഒരു സിസ്റ്റമാണ്.
പണത്തിന് മേലെ പരന്തും പറക്കില്ല. ആര് കാശ് കൂടുതൽ കൊടുക്കുന്നു അവിടത്തേക്ക് മറിയുന്ന സിസ്റ്റമാണ് നമുക്കുള്ളത്. അത് സർവേയർ ആയിക്കോട്ടെ, വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഒക്കെ അതാണ്. ഒരു യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാം കൊണ്ടും മനസ്സ് റെഡിയായിട്ട് നിൽക്കണം. ഒരു യുദ്ധമാണ്, ജയിക്കാൻ സാധ്യത മാത്രമുള്ള യുദ്ധം. അവകാശവും അധികാരവും നിങ്ങൾക്കാണെങ്കിലും നിങ്ങളെ തോൽപ്പിക്കുവാൻ പണവുമായിട്ട് ഒരാൾ നിൽപ്പുണ്ടെന്ന ചിന്ത എപ്പോഴും വേണം. ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.